ഒരു സൂറത്തുണ്ട്, ഖുർആനിൽ ഒരു പ്രധാനപ്പെട്ട സൂറത്തുണ്ട്. ആ സൂറത്ത് ആരാണോ സ്ഥിരമായി ഓതുന്നത്, ആ ഓതുന്ന വ്യക്തിയെ ആ സൂറത്ത് നാളെ ആഖിറത്തിൽ നരകത്തിലേക്ക് പോകേണ്ട വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ സ്വർഗത്തിലേക്ക് പോകാൻ അള്ളാഹുവിനോട് പ്രത്യേകം റെക്കമെൻഡ് ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സൂറത്തിനെ കുറിച്ച് പറയുന്നു. നമുക്ക് നോക്കാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, ഇവിടുന്ന് സാക്ഷിയായ ഒരു സംഭവം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന സൂറത്തൻ മിൻ കിതാബില്ലാഹി മാഹിയ ഇല്ലാ 30 ആയ. ഖുർആനിൽ 30 ആയത്ത് മാത്രമുള്ള ഒരു സൂറത്തുണ്ട്. ഷഫഅത്ത് ലിറജുലിൻ ഹത്താ അഖ്റജതുഹു മിനന്നാർ. നരകത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്നത് വരെ അള്ളാഹുവിനോട് ആ സൂറത്ത് റെക്കമെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ആർക്ക് ഈ സൂറത്ത് ഓതിയവർക്ക്. അദ്ഖൽതുഹുൽ ജന്നത. ഈ സൂറത്ത് ഓതിയവർക്ക് വേണ്ടി സൂറത്ത് റെക്കമെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, ഇന്ന വ്യക്തി ആ വ്യക്തി എന്നെ എന്നും പാരായണം ചെയ്യുന്നവനാണ്, അതുകൊണ്ട് അവനെ നരകത്തിലിടരുത്, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് പറയും. റസൂലുള്ളാഹി അലൈഹി വസല്ലം നിങ്ങൾ പറയാൻ സൂറത്ത് ഏതാണ്? വഹിയ സൂറത്തു തബാറക്. ആ സൂറത്താണ് തബാറക്കല്ലദീ ബിയദിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്ക്. ഈ മുൽക്ക് സൂറത്താണ് വലിയ മഹത്വമുള്ള സൂറത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറയുന്നത്. ഇനി നോക്കൂ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്. ആരാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്വഹാബിമാരിൽ ഒന്നാണ്. എല്ലാ സ്വഹാബികളോടും ഇഷ്ടമാണെങ്കിലും ചില സ്വഹാബികളോട് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് പ്രത്യേകം ഇഷ്ടമുണ്ടല്ലോ, അതിൽപ്പെട്ട ഒന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അൽ അബാദിലത്തുൽ ഖംസ ഫിൽ ജന്ന എന്ന നബി തങ്ങൾ പറഞ്ഞു. 5 അബ്ദുള്ളമാർ സ്വർഗ്ഗത്തിലാണ്. അതിൽപ്പെട്ട ഒന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. തങ്ങൾ പറയാൻ, ഇദാ ഉദിഅൽ മയ്യിതു ഫി ഖബ്രിഹി. ഒരു മയ്യിത്തിനെ ഖബറിലേക്ക് വെക്കപ്പെട്ടാൽ ഫയുഖ്താ മിൻ ഖിബ്ലി റിജ്ലിഹി ഫയുഖാലു ലൈസ ലക്കും അലൈഹി സബീൽ ഇന്നഹു കാന യഖൂമു ബിസ്സൂറ الملك على قدميه ثم يؤتى من قبل رأسه فيقول لسانه ليس لكم عليه السبيل إنه كان يقرأ به سورة الملك ثم قال هي المانعة من عذاب الله. എന്താ പറഞ്ഞതിന്റെ ഉദ്ദേശം? ഒരു മയ്യത്തിന് ഖബറിലേക്ക് വെക്കപ്പെട്ടാൽ അതിന്റെ 2 കാൽഭാഗത്തിലൂടെ ഇങ്ങനെ പറയപ്പെടും, ഒരു രക്ഷയുമില്ല. അപ്പോ എന്താകും? അതിന്റെ കാൽഭാഗത്ത് വന്നിട്ട് ആര് വരും? കാൽഭാഗത്ത് സൂറത്തുൽ മുൽക്ക് വരും, അല്ലെങ്കിൽ കൈഭാഗത്ത് സൂറത്തുൽ മുൽക്ക് വരും. എന്നിട്ട് പറയും ഇദ്ദേഹത്തിന് ഒരു അവകാശവും ഇല്ലെങ്കിലും അദ്ദേഹം എന്നും എന്നെ ഓതുന്നതാണ്. അതുകൊണ്ട് അപ്പോൾ ഈ സൂറത്തുൽ മുൽക്ക് നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ, ഖബറിൽ വരുമാനമുണ്ടാക്കാൻ, ഖബറിൽ രക്ഷപ്പെടാൻ ഒരു കാരണമാണ്. മൻ ഖറഅ ഫീ ലൈലത്തിൻ. എല്ലാ രാത്രിയിലും ആരെങ്കിലും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഫഖദ് അക്സറ. അദ്ദേഹത്തിന്റെ ഖബറിൽ ഇത് അധികരിപ്പിക്കുകയും ചെയ്താൽ വഅത്വബ, നല്ല റാഹത്തുണ്ടാകും. അദാബിന് മാനിഅത്തുൽ അദാബാണ്, മാനിഅത്തു മിൻ അദാബില്ലാഹ്. അഥവാ അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് കാത്തു രക്ഷിക്കുന്ന, തടയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ഖബറിന്റെ ശിക്ഷയെ തൊട്ട് കാത്തു രക്ഷിക്കാൻ സൂറത്തുൽ മുൽക്കിനെ കൊണ്ട് കഴിയുമെന്നല്ലേ ഈ ഹദീസിൽ നിന്ന് വ്യക്തമാക്കുന്നത്. സൂറത്തുൽ മുൽക്ക് ആരെങ്കിലും ഓതിയാൽ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു തആല അവനെ രക്ഷിക്കുമെന്ന് ഹദീസിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. സൂറത്തുൽ മുൽക്ക് വലിയ മഹത്വമുള്ള സൂറത്താണ്. ഇതിന് എത്ര മിനിറ്റ് വേണം? അതാണ് 30 മിനിറ്റ് വേണ്ട, വേണോ? വേണ്ട. 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ്, 2 മിനിറ്റ്, ഇത്ര സമയം മാത്രം മതി. വളരെ സ്ലോ ഓതാണെങ്കിൽ തന്നെ, സാവകാശത്തിൽ ഓതാണെങ്കിൽ തന്നെ ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ മതി. പിന്നെ ഏറിപ്പോയാൽ തുടക്കക്കാരാകുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് പറയാം, 5 മിനിറ്റ് മാത്രം മതി ഈ സൂറത്ത് ഓതാൻ. 30 ആഴ്ചയേ ഉള്ളൂ എന്ന് മോദിയാൽ ഖബറിലൊരു വെളിച്ചമുണ്ടാകും.
ഖബറിൻ്റെ ശിക്ഷയെ തൊട്ട് തടുക്കാൻ സാധിക്കുമെന്ന്. മാനിഅത്തും മിൻ അസാബിൽ ഖബർ എന്നൊക്കെ ഹദീസിൽ കാണാം. അതുകൊണ്ട് ഈ സൂറത്തുൽ മുൽക്ക് എന്നും പാരായണം ചെയ്താൽ നമുക്ക് ആഖിറത്തിലേക്ക് ഖബറിലേക്ക് വെളിച്ചമായി വരുമാനമായി സൂറത്ത് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയത് എന്ന് നാം മനസ്സിലാക്കണം.